ഇംഗ്ലണ്ടിനെതിരെയുള്ള 5 മത്സരങ്ങളുള്ള 2020 പരമ്പര ജനുവരി 22 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിലാണ് ആരംഭിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റ് ഫോർമാറ്റിൽ നിന്നും അതിവേഗ 2020യിലേക്ക് ഇരു ടീമുകളും മാറുന്നതിനാൽ ഈ പരമ്പര ഒരു പ്രധാന മാറ്റത്തെ അടയാളപ്പെടുത്തുകയാണ്. അടുത്തിടെ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ അവരുടെ നാട്ടിൽ ചെന്ന് 3-1 പരാജയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ കൊൽക്കത്ത, ചെന്നൈ, രാജ്കോട്ട്, പൂനെ, മുംബൈ തുടങ്ങിയ ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ വേദികളിൽ മത്സരിക്കുന്നതിലാണ് ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ. ക്രിക്കറ്റ് ചരിത്രത്തിൽ പേരുകേട്ട ഈഡൻ ഗാർഡനിൽ 3 വർഷത്തിന് ശേഷമാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. 2020 ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യയും 2 തവണ 2020 ലോകകപ്പ് ജേതാക്കളായ ഇംഗ്ലണ്ടും കൊൽക്കത്തയിൽ ഏറ്റുമുട്ടുമ്പോൾ ആരാധകർക്ക് കാണാൻ സാധിക്കുക ആവേശകരമായ മത്സരം തന്നെയാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് ഷാമിയുടെ ടീമിലേക്കുള്ള തിരിച്ചുവരവ് ടീമിന് ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട്. അതേസമയം സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ടീം പുതിയ ഊർജ്ജമാണ് നൽകുന്നത്. മറുവശത്ത് ജോസ് ബട്ട്ലറുടെ നേതൃത്വത്തിലുള്ള ഇംഗ്ലണ്ട് ടീം ശക്തമായ ടീം തന്നെയാണ്. ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനും അവർക്ക് കഴിയും. 2 ടീമും ശക്തമായതിനാൽ തന്നെ ഉദ്ഘാടന മത്സരം ആവേശകരമായ ഒരു മത്സരമാകുമെന്ന് ഉറപ്പാണ്. ICC ലോകകപ്പ് പോലുള്ള നിർണായക ഇവന്റുകൾക്ക് മുന്നോടിയായി ഒരു ശക്തമായ ടീമിനെ വാർത്തെടുക്കുക എന്നാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും സാധ്യതയുള്ള 11 നമുക്കൊന്ന് നോക്കാം. അഭിഷേക് ശർമ്മ, ഓൾറൗണ്ടർ. അഭിഷേക് ശർമ്മ ബഹുമുഖ പ്രതിഭയുള്ള ക്രിക്കറ്റ് കളിക്കാരനാണ്. ഒന്നിലധികം റോളുകളിൽ മികവ് പുലർത്താൻ അദ്ദേഹത്തിന് കഴിയും. ടോപ്പ് ഓർഡറിലെ അദ്ദേഹത്തിന്റെ അറ്റാക്കിംഗ് ബാറ്റിംഗ് ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ മികച്ച സ്കോർ നേടുന്നതിൽ നിർണായകമാണ്. ടീമിന്റെ ബൌളിംഗ് അറ്റാക്കിംഗിലും സന്തുലിതാവസ്ഥ നൽകുന്ന ഒരു വിലപ്പെട്ട ഇടങ്കയ്യൻ സ്പിന്നർ ഓപ്ഷൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഫിറ്റ്നസും സ്ഥിരതയുള്ള പ്രകടനങ്ങളും അദ്ദേഹത്തെ 2020 ടീമിലെ ഒരു പ്രധാന കളിക്കാരനാക്കി മാറ്റുന്നുണ്ട്. രണ്ടാമതുള്ളത് സഞ്ജു സാംസൺ ആണ്. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് സഞ്ജു സാംസൺ. മധ്യ ഓവറുകളിൽ വേഗത്തിൽ സ്കോർ ചെയ്യുന്നതിൽ മികവ് പുലർത്തുന്ന ഒരു സ്റ്റൈലിഷ് ബാറ്ററാണ് സഞ്ജു. ക്ലീൻ ഹിറ്റിംഗും ഗ്യാപ്പുകൾ കണ്ടെത്താനുള്ള കഴിവും അദ്ദേഹത്തെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിലോ പിന്തുടരുന്നതിലോ ഒരു പ്രധാന കളിക്കാരനാക്കി മാറ്റുന്നുണ്ട്. വിക്കറ്റിന് പിന്നിൽ അവിശ്വസനീയമായ പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത്. വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ അദ്ദേഹത്തിന്റെ സ്ഥിരതയുള്ള പ്രകടനം ഇന്ത്യക്ക് മധ്യനിരയ്ക്ക് അനുയോജ്യമായ ഒരു ഓപ്ഷനാക്കി മാറ്റുന്നുണ്ട്. മൂന്നാമതുള്ളത് തിലക് വർമ്മയാണ്. മിഡിൽ ഓർഡർ ബാറ്ററാണ് തിലക് വർമ്മ. ഇന്ത്യയുടെ 2020 സജ്ജീകരണത്തിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന യുവതാരങ്ങളിൽ ഒരാളാണ് തിലക് വർമ്മ. അറ്റാക്കിംഗ് മനോഭാവമുള്ള അദ്ദേഹത്തിന് സ്പിൻ, പേസ് എന്നീ ബൗളർമാരെയൊക്കെ അനായാസം കളിക്കാൻ കഴിയും. ഇന്നിംഗ്സ് ശക്തമായി അവസാനിപ്പിക്കാനും റിസ്കുകൾ എടുക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വെല്ലുവിളി നിറഞ്ഞ ഏതു സാഹചര്യങ്ങളിലും അദ്ദേഹത്തെ ആശ്രയിക്കാവുന്ന ഒരു ഓപ്ഷനാക്കി മാറ്റുന്നുണ്ട്. നാലാമതുള്ളത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. മിഡിൽ ഓർഡർ ബാറ്ററാണ് സൂര്യകുമാർ യാദവ്. 2020 ഫോർമാറ്റിലെ ഏറ്റവും അപകടകാരിയായ ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് സൂര്യകുമാർ യാദവ്. അദ്ദേഹത്തിന്റെ നിർഭയവും നൂതനവുമായ സ്ട്രോക്ക് പ്ലേ ബൗളർമാരുടെയൊക്കെ പ്ലാനുകളെ, പ്രത്യേകിച്ച് മിഡിൽ ഓർഡർക്കൊക്കെ വരുമ്പോൾ അതൊക്കെ തടസ്സപ്പെടുത്തും. ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ തന്ത്രപരമായ മത്സരത്തിലെ ഉൾക്കാഴ്ചകളും പെരുമാറ്റവും ഒക്കെ മാതൃകയിലൂടെ നയിക്കാനുള്ള കഴിവുമൊക്കെ അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ അദ്ദേഹത്തെ അനുയോജ്യമാക്കുന്നു. അഞ്ചാമത് വന്നാൽ റിങ്കു സിംഗ് ആണ്. ഒരു ഫിനിഷറുടെ റോളിലേക്കാണ് പലപ്പോഴും റിങ്കു സിംഗ് വരാറുള്ളത്. ടീംസ് ഏത് സമ്മർദ്ദത്തിലാണെങ്കിലും വിശ്വസനീയമായ ഒരു ഫിനിഷറായിട്ട് റിങ്കു സിംഗിനെ കണക്കാക്കാം. നിർണായക നിമിഷങ്ങളിൽ വലിയ ഷോട്ടുകൾ അടിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് ഇതിന് കാരണം. വലിയ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിൽ അദ്ദേഹത്തെ ഒരു പ്രധാന താരമാക്കി മാറ്റുന്നുണ്ട്. പല മത്സരത്തിലും അവസാന ഓവറുകളിൽ സ്കോറിംഗ് വേഗത്തിലാക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിനൊരു മുതൽക്കൂട്ട് തന്നെയാണ് അദ്ദേഹം. ആറാമതുള്ളത് ഹർദിക് പാണ്ഡ്യയാണ്. ഓൾറൗണ്ടറാണ് ഹർദിക് പാണ്ഡ്യ. ഇന്ത്യയുടെ മുൻനിര ഓൾറൗണ്ടർമാരിൽ ഒരാളാണ് ഹർദിക് പാണ്ഡ്യ. ലോവർ ഓർഡറിലെ തന്റെ ശക്തമായ ഹിറ്റിംഗിലൂടെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കളി മാറ്റാൻ കഴിയും. പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളിലും നിർണായകമായ മുന്നേറ്റങ്ങൾ നൽകുന്ന അദ്ദേഹത്തിന്റെ കൃത്യമായ സ്വിംഗ് ബൌളിംഗ് ഗണ്യമായ മൂല്യമാണ് നൽകുന്നത്. കളിയുടെ 2 വശങ്ങളിലും ഹർദിക് പാണ്ഡ്യന് തുല്യമായ പ്രാധാന്യമുണ്ട്. ഏഴാമതുള്ളത് അക്സർ പട്ടേലാണ്. ഇടങ്കയ്യം സ്പിന്നറാണ് അക്സർ പട്ടേൽ. അക്സർ പട്ടേൽ ഒരു എക്കണോമി ബൗളറാണ്. അദ്ദേഹം പലപ്പോഴും എതിരാളികൾക്ക് റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്ന ഒരു പ്രധാന താരമാണ്. മധ്യ ഓവറുകളിൽ നിർണായകമായ വിക്കറ്റുകൾ വീഴ്ത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവും മിഡിൽ ഓർഡറിൽ ബാറ്റിംഗ് മികവ് പുലർത്താനും ഉയർന്ന സമ്മർദ്ദത്തിലുള്ള മത്സരങ്ങളിൽ സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അക്സറിന്റെ സ്ഥിരത ഇന്ത്യൻ ബാറ്റിംഗിലും ബൌളിംഗിലും ഇന്ത്യക്ക് നിർണായകമാകുന്നുണ്ട്. എട്ടാമതുള്ളത് കുൽദീപ് യാദവ് ആണ്. സ്പിന്നറുടെ റോളിലാണ് കുൽദീപ് യാദവ് വരുന്നത്. കുൽദീപ് യാദവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു വിക്കറ്റ് എടുക്കുന്ന ഒരു വിക്കറ്റ് ടേക്കർ ബൗളറാണ്. അദ്ദേഹത്തിന്റെ ടേണിങ്ങും ബുദ്ധിപരമായ ചലനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ബാറ്റ്സ്മാൻമാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. മധ്യ ഓവറുകളിൽ അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് പലപ്പോഴും കാഴ്ചവെക്കുന്നത്. ഇത് എതിർ ടീമിന് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. വരുൺ ചക്രവർത്തി. അവിശ്വസനീയമായ ഒരു സ്പിൻ ബൗളറാണ് വരുൺ ചക്രവർത്തി. ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബൗളർ തന്നെയാണ്. ഇടുങ്ങിയ ലൈനുകളിൽ എറിയാനും മധ്യ ഓവറുകളിൽ നിർണായക വിക്കറ്റുകൾ എടുക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എതിരാളികളുടെ റൺ സ്കോറിംഗ് നിയന്ത്രിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നുണ്ട്. T20 ക്രിക്കറ്റ് സാഹചര്യങ്ങളിൽ അദ്ദേഹം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഏതു മത്സരത്തെയും പെട്ടെന്ന് ഗതി മാറ്റാൻ സഹായിക്കുന്ന ഒരു ബൗളർ തന്നെയാണ് അദ്ദേഹം. പത്താമതുള്ളത് ഹർഷദീപ് സിംഗ് ആണ്. ഇടങ്കയ്യൻ സ്പേസറാണ് ഹർഷദീപ്. ഡെത്ത് ഓവറുകളിൽ കൃത്യമായ യോർക്കറുകൾ എറിയുന്നതിലൂടെ ഹർഷദീപ് സിംഗ് പ്രശസ്തനാണ്. പവർ പ്ലേയിൽ പന്ത് ഫലപ്രദമായി സ്വിംഗ് ചെയ്യാനും പേസും സൂക്ഷ്മമായ വ്യതിയാനങ്ങളുമൊക്കെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. ഇന്നിംഗ്സിന്റെ 2 അറ്റങ്ങളിലും അദ്ദേഹത്തെ ഒരു എതിർ ടീമിന് ഭീഷണി ഉയർത്തുന്ന ബൗളർ തന്നെയാണ്. 11ാമതുള്ളത് മുഹമ്മദ് ഷാമി. വലങ്കയ്യൻ
ഫാസ്റ്റ് ബോളറാണ് ഷമി. മുഹമ്മദ് ഷമി ഇന്ത്യയിലെ ഏറ്റവും പരിചയസമ്പന്നനായ പേസ് ബോളർമാരിൽ ഒരാളാണ്. പേസും ബൗൺസും സൃഷ്ടിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും വിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷനാക്കി അദ്ദേഹത്തെ മാറ്റുന്നുണ്ട്. ഷമിയുടെ വിപുലമായ അന്താരാഷ്ട്ര പരിചയവും നിർണായക സാഹചര്യങ്ങളിൽ സംയമനവും അദ്ദേഹം ഇന്ത്യയുടെ ബോളിംഗ് അറ്റാക്കിങ്ങിന്റെ അവിഭാജ്യ ഘടകമായി തുടരുകയാണ്. ടീമിന് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ബ്രേക്ക് ത്രൂകൾ നൽകാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ടീമിന് വളരെയധികം ഗുണം നൽകുന്നുണ്ട് പല മത്സരത്തിലും. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.